ഫ്രഷായിട്ട് എല്ലാം ഫ്രഷ് കണ്ടല്ലേ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ഇങ്ങൊന്ന് KFC മാറിയിരിക്കുമെന്ന് തോന്നുന്നു, ഞാൻ വെച്ചോണ്ട് പറയല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു KFC ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ എങ്ങനെ KFC ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല രുചികരമായ KFC ആണ്. ഞങ്ങൾ കഴിച്ച് തൃപ്തിയായ ഒരു KFCയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് നല്ല ജ്യൂസി ആയിട്ടുള്ള KFC എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. അന്നേരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നല്ല നല്ല KFC മാറുന്നിക്ക് ഇവിടുത്തെ ഓണത്തെ KFC. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 900 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ്. നിങ്ങൾക്ക് എല്ലുള്ള ചിക്കനും എടുക്കാം, അതും നല്ലതായിരിക്കും വെക്കാൻ വേണ്ടി. ഫസ്റ്റിൽ തന്നെ നമുക്ക് 1 കപ്പ് പാലെടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിനകത്ത് നമ്മൾ വിനാഗിരി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. നമുക്കത് ബട്ടർ മിൽക്ക് ആക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അന്നേരം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചേക്കും. അപ്പോഴത്തേന് ബട്ടർ മിൽക്കായി മാറും അത്. അതിന് ശേഷം എടുത്തിട്ട് ശകലം ഉപ്പ് ചിക്കന് പാകമായിട്ടുള്ളത് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗാർലിക് പേസ്റ്റാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഗാർലിക് പേസ്റ്റ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് ചേർക്കുക. ഇഞ്ചി ചേർക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. ഞാൻ ഗാർലിക് പേസ്റ്റാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ചിക്കനൊക്കെ ഓൾറെഡി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ചിക്കനെല്ലാം പറക്കി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫോർക്ക് വെച്ചൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ആ ചിക്കനകത്തെല്ലാം ഈ പാലിറങ്ങിയിട്ട് ഇരുന്നൊന്ന് പിടിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ ഞാനൊരു 2-3 മണിക്കൂറത്തേക്ക് വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു 1 മണിക്കൂർ വെച്ചാലും മതിയാകും. സമയമില്ലെന്നുണ്ടെങ്കിൽ ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള ചേരുവകൾ ഞാൻ 1 കപ്പ് മൈദ മാവ്, 1 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഉപ്പിടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മുട്ട പൊട്ടിച്ചതൂടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് മുട്ട എടുത്ത് മിക്സ് ചെയ്ത് വെച്ചതിനകത്ത് വേണം ഒന്ന് മുക്കിയെടുക്കാം. മുട്ടയ്ക്കകത്ത് ഒരു ശകലം ഉപ്പിട്ട് കൊടുത്തേക്കണം. എന്നിട്ട് ചിക്കൻ നല്ലതുപോലെ മുട്ടയ്ക്കകത്ത് മുക്കിയതിന് ശേഷം നമ്മൾ ഈ പൊടിക്കകത്തേക്ക് വെച്ചിട്ട് പൊടി അതിൻ്റെ മുകളിലെല്ലാം ഒന്ന് വിതറി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അന്നേരമാണ് നമുക്ക് ആ KFCയുടെ ആ സ്ട്രക്ചറൊക്കെ ഒന്ന് കിട്ടുന്നത്. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 2 കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. ഒറ്റ കോട്ട് ചെയ്താൽ മതി. 2 കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് ഹാർഡായി പോകും. അതുകൊണ്ട് ഒറ്റ കോട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ ചിക്കൻ പീസുകളും ഞാൻ കോട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. നമ്മളൊരു പാത്രത്തിൽ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ഇങ്ങനെ വറുത്തെടുത്താൽ മതി. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ എണ്ണയും വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടി. എണ്ണയും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണ വെക്കണം. എണ്ണ കുറഞ്ഞ് വയ്ക്കാൻ പാടില്ല. മുങ്ങിക്കിടന്ന് നല്ലതുപോലെ അതിനകത്ത് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. നല്ലതുപോലെ എണ്ണ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് 1-2 കഷ്ണം ഇട്ട് കൊടുക്കും. കഷ്ണത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഒത്തിരി ആകാതെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഇടയ്ക്ക് തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് കൊടുക്കണം. ഞാനിപ്പോൾ വറുത്ത് കോരിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈ എയർ ഫ്രൈയിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസും കൂട്ടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. നല്ല രുചികരമായ KFC വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഓക്കെ ഗൈസ്, KFC എങ്ങനെ ഉണ്ട്? സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലേ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ഇങ്ങൊന്ന് KFC മാറിയിരിക്കുമെന്ന് തോന്നുന്നു, ഞാൻ വെച്ചോണ്ട് പറയല്ല.
കണ്ടില്ല, നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇച്ചിരി